പ്രൈസ് ദി ലോർഡ്. നമ്മൾ ദൈവരാജ്യത്തിലാണ് ആയിരിക്കുന്നത്. നമ്മൾ ഇന്ന് ജീവിക്കുന്നത് ഈ ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെയും ദൈവരാജ്യത്തിൻ്റെ നിയമത്തിൻ്റെ ഉള്ളിലാണ്. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് യേശുവിനോട് ചേർന്ന് ദൈവസഭയോട് ചേർന്ന് ജീവിക്കുന്ന ഏതൊരു മനുഷ്യനും ഇന്ന് ഈ ഭൂമിയുടെ ഈ ലോകത്തിൻ്റെ തത്വങ്ങൾക്കും ഉപരിയായിട്ടുള്ള ആ ദൈവരാജ്യത്തിൻ്റെ ഉള്ളിലാണ് ജീവിക്കുന്നത്. ഇന്ത്യയിലെ ഏതൊക്കെ സംസ്ഥാനങ്ങൾ ആരൊക്കെ ഭരിച്ചാലും, ഏതൊക്കെ രാജ്യങ്ങൾ ആരൊക്കെ ഭരിച്ചാലും, മാനുഷികമായ നിയമവ്യവസ്ഥകൾ എവിടെയൊക്കെ ഉണ്ടായെങ്കിലും ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവ പൈതൽ ഇവയൊന്നും കണ്ട് ആശങ്കപ്പെടേണ്ട. എല്ലാ അധികാരങ്ങളും ദൈവത്തിൽ നിന്ന് വരുന്നു എന്ന് വചനം പറയുന്നു. ഏത് പാർട്ടിക്കാർ ഭരിച്ചാലും നമ്മൾ ആശങ്കപ്പെടേണ്ട കാര്യമില്ല. അതെല്ലാം ദൈവത്തിൽ നിന്നുമുള്ളതാണ്. അതുകൊണ്ട് ദൈവരാജ്യത്തിൽ ജീവിക്കുന്ന നമുക്ക് വേണ്ടിയ കരുതലുകൾ ഏത് രീതിയിലും ഏത് നിലകളിലും എത്രത്തോളം വലിപ്പത്തിലും നൽകുവാൻ കഴിയുന്ന ആ ഒരു ദൈവമഹത്വത്തിൻ്റെ കീഴിലാണ് ഏതൊരു ദൈവവിശ്വാസിയും ജീവിക്കുന്നത്. അപ്പോൾ തന്നെയും ഈ രാജ്യത്തിൻ്റേതായ നിയമവ്യവസ്ഥകൾ നമ്മൾ പാലിക്കേണ്ടതുണ്ട്. നമുക്ക് നമ്മുടേതായ നിലകളിൽ നമുക്ക് മേലാക്കി വച്ചിരിക്കുന്ന ഭരണാധികാരികൾക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അവരുടെ കീഴിൽ അവരെ ബഹുമാനത്തോടെ അവരുടെ കീഴിലായിരിക്കുവാനും നാം ബാധ്യസ്ഥരാണ്. എന്നിരുന്നാൽ കൂടിയും ആത്മിക ലോകത്തിൻ്റെ അഭിവാജ്യ ഘടകമാണ് നാം ഓരോരുത്തരും, ഓരോ ദൈവ പൈതലും. അതുകൊണ്ട് ഇന്ത്യ ആര് ഭരിച്ചാലും, കേരളം ആര് ഭരിച്ചാലും, രാജ്യങ്ങൾ ആര് ഭരിച്ചാലും ദൈവത്തിൽ യേശുവിനെ വിശ്വസിക്കുന്ന, യേശുവിനെ ആരാധിക്കുന്ന ഒരു ദൈവ പൈതൽ യാതൊന്നിനെക്കുറിച്ചും ആശങ്കപ്പെടേണ്ടതില്ല. നമുക്കും നമ്മുടെ കുടുംബത്തിനും ദൈവത്തെ ആരാധിക്കുന്ന ദൈവ പൈതലിന് വേണ്ടിയുള്ള സകല കരുതലുകളും വെളിപ്പെടുത്തുന്ന ദൈവം ഇന്നും ജീവിക്കുന്നു. അതുകൊണ്ട് ചില പ്രത്യേക പാർട്ടിക്കാർ വന്നാൽ നമുക്ക് പലതും നഷ്ടപ്പെടുമെന്നോ, ചിലർ വന്നാൽ നമുക്ക് സവിശേഷമായ ചില പ്രത്യേക ആനുകൂല്യങ്ങൾ ഉണ്ടാകുമെന്നോ എന്നൊന്നും നമ്മൾ വിചാരിക്കേണ്ട. ഈ ഇന്ത്യ രാജ്യത്തിരുന്നു കൊണ്ട്, ഈ ഭൂമിയിലിരുന്നു കൊണ്ട് ദൈവരാജ്യത്തിൻ്റെ പ്രതിനിധികളാണ് നാം ഓരോരുത്തരും. ദൈവരാജ്യത്തെ പ്രതിനിധീകരിക്കുന്നവരാണ് നാം ഓരോരുത്തരും. നമ്മുടെ മേൽ കിടക്കുന്ന ആ ഒരു വലിയ കോളിങ്ങിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാം. ഏത് പാർട്ടി ഭരിച്ചാലും, എന്തൊക്കെ സംഭവിച്ചാലും നാം ആയിരിക്കുന്നത് ദൈവരാജ്യത്തിലാണ്, യേശുവിനോട് കൂടെയാണ്. ഈ ദൈവരാജ്യത്തിലായിരിക്കുമ്പോൾ നമുക്കുള്ള സകല ഉയർച്ചകളും, നമുക്കുള്ള സകല നന്മകളും അനുഗ്രഹങ്ങളും സൗഖ്യങ്ങളും വരുന്നത് ആ ദൈവരാജ്യത്തിൽ നിന്നുമാണ്, ആ ദൈവത്തിൻ്റെ കൈകളിൽ നിന്നുമാണ്, കർത്താവായ യേശുവിൽ നിന്നുമാണ്. ഈ ഭൂമിയിൽ ജീവിക്കുവാൻ നമ്മെ ദൈവം സഹായിക്കട്ടെ. ആശങ്കകളില്ലാതെ, ആകുലതകളില്ലാതെ ദൈവരാജ്യത്തിൻ്റെ സകല നന്മകളും കരുതലുകളും അനുഭവിച്ച് നമുക്ക് മുന്നേറാം. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.